നമ്മൾ വേലി പിടിച്ചോ ഓടിറക്കിയോ വന്നതല്ലോ, ഈ രാജ്യത്ത് തന്നെ ജനിച്ചു വന്നത്. ഇതെല്ലാം വന്നതെന്നാ വിദേശത്തുനിന്ന് വന്നതാണ്. വിരുന്നക്കാരായി വന്നവർ ഇന്നിപ്പോൾ വീട് ഭരിക്കുന്നു. വീട്ടുകാരിപ്പോൾ പുറമ്പോക്ക് കിടക്കുന്നു. ഇതാണിപ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ആരാണ്? അവർ ഈ മുസ്ലിം കുറഞ്ഞ കാലം കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നില്ല, അധികാരത്തിൽ വന്നപ്പോൾ. അത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ, അവർക്ക് 72 അവർ ഒരുപാട് നാളായി. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ 420 സ്കൂള് മുസ്ലിമുണ്ട്. ആ പാട്ടിൽ നമുക്ക് എത്ര അറിയാം? 370. ഈ കുറഞ്ഞ കാലം കൊണ്ട് 420 സ്കൂൾ മുസ്ലിം നേടിയെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ 15 അധ്യാപകരുണ്ടെന്ന് വിചാരിച്ചു, മിനിമം. അതിൽ കൂടെ ഉണ്ട്. അപ്പോൾ 6300 വീടുകളിൽ 63,000 വീടുകളിൽ സർക്കാരിന് ശമ്പളം ലക്ഷക്കണക്കിന് എണ്ണിക്കലിനും. അപ്പോൾ അവർ കോടീശ്വരന്മാരാണ്. അതേസമയത്ത് നമുക്ക് കിട്ടണം 370, നമുക്ക് 5550. ജനസംഖ്യ നമ്മൾ എത്ര പേരുണ്ട്? നമുക്ക് പഠിക്കാനില്ല, പഠിപ്പിക്കാനില്ല. നമ്മുടെ സ്കൂളുണ്ടാകും, നമ്മുടെ പിള്ളേർ പഠിക്കും, നമ്മുടെ ആളുകൾ നിയമിക്കും. ക്രിസ്ത്യാനിക്ക് എത്ര ഉണ്ടെന്ന് അറിയാമോ? അവർക്ക് 7973 സ്കൂളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് 1,19,595 വീട്ടിലെ ശമ്പളം ചെല്ലും, കോടികൾ. അവർ അമ്മമാരെ തടി വരും, കൊടകേറ് വരും, പൊക്കം വരും, ഹൈറ്റ് വരും, സുന്ദരന്മാരായിരിക്കും, സുന്ദരികളായിരിക്കും. ഈ സൈസ് ഉണങ്ങിയിരിക്കുന്നതായിരിക്കില്ല. വല്ല കമ്മലും കുമ്മലും ഇതൊക്കെ പലതിൻ്റെ ഡൂപ്പാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒറിജിനലിലോട്ട് പിന്നെന്താ വൈരൊക്കെ ഇട്ട് വരും. നമുക്ക് സാധിക്കില്ല. കാരണം ഖജനാവിനുള്ള ശമ്പളമാണ് ഇവിടെ എല്ലാം മേടിച്ചത്, നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ഞാൻ പറയണേ. എനിക്ക് ആടെ വോട്ട് വേണ്ട. ഈ വോട്ട് വേണ്ടവനെല്ലാം സാമൂഹ്യ സത്യങ്ങൾ പറയല. എനിക്ക് സത്യം പറഞ്ഞേ തീരൂ. ഈ സത്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സാമൂഹ്യ നീതി നടപ്പാക്കണം. നടപ്പാക്കുന്നില്ല. ഈ നടപ്പാക്കാതെ വന്നു ഇപ്പൊ എന്ത് പറ്റി വന്നു ജനാധിപത്യം നശിച്ചു. മതശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലേക്ക് കേരളം മാറി. ഇപ്പൊ തന്നെ അങ്ങനെയല്ലേ സർക്കാർ സുംബോ എന്ന ഒരു ഡാൻസ് ഉടുപ്പൊക്കെ ഇട്ട് നല്ലൊരു കാര്യമാണ്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആൺപിള്ളേരും പെൺപിള്ളേരും ഒന്ന് സ്കൂളിൽ ഒന്ന് എക്സസൈസ് നടത്തുമ്പോൾ അത് പാടില്ല. കൽപ്പിക്കുന്നത് മലപ്പുറം. ഈ മലപ്പുറം കൽപ്പന അനുസരിച്ച് ഇവിടെ ഭരണം നടത്തണം എന്ന നിലയിലേക്ക് കാര്യം പോവുകയാണ്. വേറെ എന്ത് പറഞ്ഞാലും അവർക്ക് അവിടെ അഭിപ്രായം പറയുമ്പോൾ ഇരിക്കാൻ പറയുമ്പോൾ ഗവൺമെൻറ് കിടന്നു കൊടുക്കുകയാണ്. പിന്നെന്ത് ചെയ്യും? കാരണം നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല, അവർ കേൾക്കുകയില്ല. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വില ഉണ്ടാകണ്ടേ? നമ്മൾ വേലി പിടിച്ചോ ഓടിറക്കിയോ വന്നതല്ലോ, ഈ രാജ്യത്ത് തന്നെ ജനിച്ചു വന്നത്. ഇതെല്ലാം വന്നതെന്നാ വിദേശത്തുനിന്ന് വന്നതാണ്. വിരുന്നക്കാരായി വന്നവർ ഇന്നിപ്പോൾ വീട് ഭരിക്കുന്നു. വീട്ടുകാരിപ്പോൾ പുറമ്പോക്ക് കിടക്കുന്നു. ഇതാണിപ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ആരാണ്?